അങ്ങനെ നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിലത്തെ മസാല ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം 2 തവി മാവ് ഒഴിച്ചു. ഇനി മെല്ലെ അതൊന്ന് പരത്തിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്ത്യൻ കോഫി ഹൗസിലത്തെ മസാല ദോശ. അപ്പോൾ നമുക്കത് വീട്ടിലുണ്ടാക്കാം. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇതൊന്നൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമുക്കൊന്ന് അടർത്തി നോക്കാം. നന്നായി അടർന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് മസാലക്കറി ചേർക്കാം. ബീട്രൂട്ട് മസാല ചേർത്ത് കൊടുത്തു. ഇന്ത്യൻ കോഫി ഹൗസിലത്തെ ബീട്രൂട്ട് മസാല എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി നമുക്കതൊന്ന് മടക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ മസാല ദോശ റെഡി. മസാല ദോശ റെഡി. ഇനി ഇത് നമുക്ക് സാമ്പാർ കൂട്ടി അങ്ങനെ നമുക്ക് ഇത് കഴിക്കാം. സൂപ്പർ, നല്ല രുചിയുണ്ട്.